പറഞ്ഞ എന്നിട്ട് മൂപ്പര് ഒന്നുകൂടി പറയുന്നുണ്ട്. ആവും കൂടി കേട്ടോ, അതിന്റെ ബാക്കി കൂടി. അഥവാ ഇനി ആരെങ്കിലും ഈ സ്വലാത്ത് മുത്തസ്ലീമുൻ എന്ന ഈ പദ്യം ആദ്യം തന്നെ ചൊല്ലണം എന്ന് അവിടെ അത് എഴുതിയതുകൊണ്ട് അതിന് അർത്ഥമില്ല. അത് ആ ശൈലിയിലാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് അറിയിക്കുന്നതും. അതിൻ്റെ പുറമെ തറദ്ദാലി മൗലൂദിൻ മുതൽക്കുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാണ്. ആ മദ്ഹിന് അത് നമുക്ക് ചൊല്ലാവുന്നതും ആണ്. ഈ മൗലൂദൊക്കെ ഒന്നിന് നേർത്തു കൊടുക്കുക പണ്ഡിതന്മാരാണല്ലോ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് മാലിക് ബിൻ ഹുവൈരിസിൻ്റെ ഉസ്മാൻ ബിൻ ഹുവൈരിസിൻ്റെ പാട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ അവിടെ അവർ ചൊല്ലൂല, കുറേ ഇങ്ങോട്ടെത്തുമ്പോൾ ചൊല്ലുക. അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ബാബുസ്താദ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനിയിപ്പോൾ ഞാൻ അന്ന് പിന്നെ ഇയാളെ വെറുതെ അതും കൂടി എടുത്തിടണ്ടല്ലോ എന്ന് ബോധപൂർവം കരുതിയാണ്. ആ പറഞ്ഞ കള്ളത്തരം അതുകൊണ്ടോ മാത്രം പറഞ്ഞതാണ്. ബാബ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതെന്താ നിങ്ങൾ കേൾപ്പിക്കാത്തത്? അത് വേറൊരു കളവാണ്. ബാബ ഉസ്താദ് പറഞ്ഞിട്ടില്ല. ബാബ ഉസ്താദിന്റെ കൂടെ മങ്കൂസ് മൗലിദ് ഓതിയവരാണ് നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ. ബാബ ഉസ്താദിന്റെ കിതാബാണിത്. അന്ന് ലിശ്ശൈഖ് അബൂ മുഹമ്മദുൽ ഖാദിരി, മൂപ്പര് ഖാദിരി എന്ന് പറഞ്ഞ ആളാണ് ബാബ ഉസ്താദ്. നബലൊന്ന് പറയട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഖാദിരി എന്ന് പറഞ്ഞാൽ മറ്റേ പൊന്മള ഖാദിരി എന്ന ഒരാൾ അർത്ഥം വെച്ചേ, അങ്ങനെ അർത്ഥം വെക്കണീന് കുഴപ്പമില്ല. അപ്പൊ ഇതിൽ കണ്ടങ്ങള് ആ ഭാഗം എത്തിയപ്പോ മാലഹു ഖദ് അക്സറ തനക്കുസ് അവിടെ ബാബ ഉസ്താദ് കൊണ്ടുവരികയാണ്. സ്വലാത്തും വ തസ്ലീമും വഅസ്കാ തഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി. ഇതിലുണ്ട്, ഇതിൽ മൂപ്പര് എഴുതി അതിന്റെ അർത്ഥമൊക്കെ വിശദീകരണമൊക്കെ കൊടുത്തിട്ട് മൂപ്പര് പറയാ എന്ത്, വഹാദൽ ജവാബ്, ഈ ജവാബ് മൗജൂദുൻ, അതുണ്ട്. മൗജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്, ഇല്ല എന്നല്ല. ഫീ ജമീഉൻ നുസഖ്, ഏതെല്ലാം കോപ്പികളുണ്ടോ അതിലൊക്കെയും ഇതുണ്ട്. അല്ലത്തി റഅയ്നാഹ, നമ്മൾ കണ്ട കോപ്പിയിലൊക്കെ അതുണ്ട് എന്ന് പറഞ്ഞു. മൗജൂദ് എന്ന് പറഞ്ഞാൽ ചൊല്ലണ്ടാണോ? ഈ നേൽവാദി എന്താ അർത്ഥമായി കൊടുക്കണ? എന്നിട്ട് മൂപ്പര് അവിടെ ഒരു ബഹ്സ് കൊടുക്കുകയാണ്. അത് മൂപ്പര് പറയാൻ കാരണം, ഇതിലൊരു ബൈത്തുണ്ടല്ലോ, നമ്മൾ സാധാരണ പറഞ്ഞ ഇൻകുൻത ഹലീത്ത എന്ന് പറയല്ലോ, ഹലീത്ത എന്ന് പറയുന്ന ആ ബൈത്ത്, അവിടെ നമ്മൾ ആ സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ആ ബൈത്ത് അല്ലേ, ഒരു വരേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ജവാബ് എല്ലാണോ നമ്മൾ നിൽക്കല്ല. കാരണം മങ്കൂസ് മൗലിദ് എഴുതിയോടത്തന്നെ ജവാബ് എഴുതിയില്ല. അവിടെ ബാബുസ്താ പറഞ്ഞതാണ്. എന്നാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒന്നും ജവാബില്ലാത്തത് കൊണ്ട് ഖിയാസ് അനുസരിച്ച് നോക്കുമ്പോൾ ജവാബ് ചൊല്ലണ്ട നിലയിലേക്കാണ് എത്തുക. പക്ഷേ ഇവിടെയുള്ള എല്ലാ നുസ്ഖയിലും ജവാബ് ഉണ്ടായത് കൊണ്ട് ചൊല്ലണ്ട വേണം. അതുപോലെ അർത്ഥം വെച്ച് തെറ്റിപ്പോയതാണ്. മൗജൂദ് എന്ന് പറഞ്ഞിട്ട് വൽ ഖിയാസു, അവിടെ വൽ ഖിയാസു എന്ന് വായിച്ചാൽ പിന്നെ അതിന്റെ അർത്ഥം എന്തല്ല, ഖിയാസ് ഇന്നതാണ് അതുകൊണ്ട് ചെല്ലണ്ടെന്നല്ല. വാവ് ഹാലി പറഞ്ഞൊരു വാവുണ്ട്. വാവ് ഹാലി കുറ്റ്യാടിയിലില്ലെങ്കിൽ കുരുവട്ടൂർ നിന്ന് വാങ്ങിയാൽ മതി, എന്നിട്ട് ശരിക്കും അർത്ഥം വെക്കുക. ഖിയാസ് ഇങ്ങനെയായിരിക്കെ തന്നെ എല്ലാ പതിപ്പിലും നമ്മൾ കണ്ടതുകൊണ്ട് മൗജൂദുൻ, ഈ ബൈത്ത് ഉള്ളതാണ് എന്നാ ബാബ ഉസ്താദ് പറഞ്ഞു. അത് അർത്ഥം വെക്കുന്നിടത്ത് തെറ്റിയിട്ട് വൽ ഖിയാസ് അങ്ങോട്ട് വേറെ സംഭവമാക്കി ബാബ ഉസ്താദിന്റെ ഇബാറത്തിൽ അട്ടിമറി നടത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ബാബ ഉസ്താദിന്റെ ഈ ശറഹ് വെച്ച് ആ ബൈത്തുകൾ ചൊല്ലണ്ട എന്നാണ് ഇതിൽ പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ഇയാളെ അനുകൂലിക്കുന്ന എല്ലാ നിയൽവാദികളും കൂടി വന്നാൽ ബാക്കി ഞാൻ അപ്പോൾ സ്ഥിരപ്പെടുത്തി തരാം. വൽ ഖിയാസുന്റെ അർത്ഥമൊക്കെ ബാബ ഉസ്താദിന്റെ തന്നെ ഖുതുബ പരിഭാഷ പാടില്ല എന്നതിന് വേണ്ടി എഴുതിയ ഗ്രന്ഥം, ആ ഗ്രന്ഥം എഴുതുമ്പോഴും ഞങ്ങൾ ബാബ ഉസ്താദിന്റെ സമീപത്തുണ്ട്. അവിടെ അലിയു ശിബ്റാമുല്ലസിയുടെ ഖൗൽ ഉദ്ധരിച്ചു വൽ ഖിയാസ് ബാബ ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ വാബ് ഹാലിയാണെന്നും ഖിയാസ് ഉള്ളതല്ല ചെയ്യേണ്ടത് എന്നും ഇതിന്റെ അപ്പുറത്ത് പറഞ്ഞതാണ് അവിടെ നിയമമെന്നും ഉസ്താദ് അതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുശാവറായിട്ടൊന്നും കാര്യമില്ല. കിതാബ് തിരിയണമെങ്കിൽ മശായിഖന്മാരെ മദത് വേണം. അതില്ലാത്തത് കൊണ്ട് നിയൽവാദിപ്പ രണ്ട് തെറ്റാ ചെയ്തത്. ഒന്നാ വാദം ഉന്നയിച്ചു, രണ്ട് ബാബ ഉസ്താദിന്റെ മേൽ കള്ളത്തരം പറഞ്ഞു. ഞാൻ ഇതിൽ ഒന്നേ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് വെറുതെ ആവശ്യമില്ലാത്ത കയറിയത് കൊണ്ട് രണ്ടാമത്തെ കള്ളത്തരം കൂടി ഉണ്ട് എന്ന് അത്തരം ആളുകൾ അറിയിക്കുകയാണ്. നിങ്ങൾ അർത്ഥം വെക്കുന്നു. ബാബ് ഏതൊക്കെ രൂപത്തിൽ വരും? ബാബ് ഇസ്തീനാഫ് ഉണ്ട്,
അത്തുഫിന്റെ ബാബുണ്ട്, ഹാലിയായ ബാബുണ്ട്. ഇതൊന്നും പഠിക്കൂല, പഠിക്കണ അടുത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ പോകും. എന്നിട്ട് എല്ലാ ബാബും ഒരുപോലെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയും. അതൊന്നും നടക്കൂല. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ തീരുമാനമാക്കേണ്ടത് നിങ്ങളെ മുമ്പിലാണ്. ഒരാൾ ജോയിന്റ് സെക്രട്ടറി, മറ്റാൾ ജോയിന്റ് സെക്രട്ടറി. ഈ ജോയിന്റ് സെക്രട്ടറി പറഞ്ഞ് തോന്നിയാസ് എന്ന് മറ്റേ ആളാ പറഞ്ഞ്. നിങ്ങൾ തീരുമാനമാക്കി തരേണ്ടതാണ്. ഞങ്ങളതിൽ പക്ഷം ചേർക്കേണ്ട. ഞങ്ങളെ ഇട്ടത് നിങ്ങൾക്ക് അന്തല്ലാന്ന് അറിയിക്കാനാണ്. നിങ്ങൾക്ക് ഒരു വിഷയത്തിലും ഒരു തീരുമാനമില്ല. പരസ്പരം പോരടിക്കുന്ന ഒരു ടീമാണ് നിങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളെ നോക്കണ്ടില്ലല്ലോ. സ്വലാത്തും തസ്ലീമും ചെല്ലാൻ പണ്ട് മുതലേ ഇവിടെ മൗലൂദ് നടക്കണില്ലേ? ഇയാൾ ജനിക്കണി മുമ്പില്ലേ ഇവിടെ മങ്കൂസ് മൗലൂദ്? എത്ര കാലമായി സൈനുദ്ദീൻ മഖ്ദൂം നിങ്ങൾ എഴുതിയിട്ട്? എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ എല്ലാവരും ചെല്ലുന്നുണ്ടല്ലോ. അതന്നെ അതിൻ്റെ തെളിവ്. ഇനി വേറെ കിതാബിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു മൗലീദിൻ്റെ സദസ്സ് പോയി നാടന്മാരെ എടുത്താർ, ഒറ്റ മൊയിലേരും ഇല്ല വിചാരിച്ചോളി. അവിടെ യസ്ലാ ബിന്നാർ എന്നാണ് പറയുമ്പോൾ ആൾക്കാർ അല്ലേ അയാസവാനമലാണ്ട് ചൊല്ലി ആ ബൈത്തങ്ങോട്ട് തീരുമ്പോൾ ആളുകൾ സ്വയം ചെല്ലും. സ്വലാത്തും തസ്ലീമും അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരി. പേരോട് പറയുന്നുണ്ട്, മൗലൂദ് ഓതുണോലും മൊയിലാമാരല്ലേ, ഇനി ജവാബ് നാടന്മാരല്ലേ അല്ല. അബ്ബലി ഇവിടെ അപ്പുറത്ത് പോകുമ്പോൾ ജവാബ് ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടാവും. ആ ജാതി വളവൊക്കാരെടുത്ത് വെച്ചിട്ട് നിങ്ങൾ മങ്കൂസ് തൊടണ്ടെന്ന് കരുതിക്കാളി. മങ്കൂസ് ഞങ്ങൾ ഓതിക്കോളാം, നിങ്ങൾ എന്തിനാ തൊടാൻ വരുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം.